പേര് സെലിൻ ഡേവിസ്. എൻ്റെ വീട് പാടൂക്കാടാണ്. എനിക്ക് കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിലൊരു വേദന വന്നു. അങ്ങനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2-3 ആസ്പത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാരുണ്ടായിരുന്നില്ല. അങ്ങനെ ദയ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ ഉള്ളിൽ എൻ്റെ കയ്യിലൊരു കൊന്തിണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കിടന്നു. പക്ഷെ ഞാൻ അറിയണ്ടായിരുന്നു എൻ്റെ ഹാർട്ടൊക്കെ ഇങ്ങനെ നിന്ന് പോണ പോലെ എനിക്കറിയണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഇങ്ങനെ സ്പന്ദനമാണത്. അപ്പോൾ ഞാൻ ഉള്ളിലെ മാതാവി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 2 മാസത്തോളം 4 പ്രാവശ്യം ഈ ILD ചെയ്ത് കിടക്കേണ്ടി വന്നു. അതായത് ലെൻസ് ബ്ലോക്കായി, ലെൻസ് തുറന്ന് ട്യൂബിട്ട് പിറ്റേ ദിവസം അത് ബ്ലോക്കായി. അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജ് ആളെ കിട്ടുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് മാത്രം പറഞ്ഞു. 3 പ്രാവശ്യം ട്യൂബ് മാറ്റുകയും മിക്കതും ICUവിലായി ചികിത്സിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഡോക്ടേഴ്സ് അപ്പോൾ പറഞ്ഞതായി ഞാൻ അറിഞ്ഞത് ലങ്സ് ചുരുങ്ങിക്കഴിഞ്ഞു, ശ്വാസകോശം ഒരു അരിപ്പ പോലെ ഓട്ടയായി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം, ചിലവ് കൂടുതലാണ്, അത് ചെയ്യാൻ പറ്റും. അവിടുന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലോക്കായപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഇടണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇടണ്ട, 5 മുറിവായി, എനിക്ക് ഇനി ഒരെണ്ണം എനിക്ക് വേണ്ട, ഞാൻ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 24 മണിക്കൂർ ഈ ബെഡിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇടണം, സമ്മതിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ എൻ്റെ മോള് എൻ്റെ അവസ്ഥ കാണാൻ കഴിയാതെ ടോം ബ്രദർക്ക് വിളിക്കാനുണ്ടായത്. അങ്ങനെ മോളോട് ബ്രദർ പറഞ്ഞു ഡോക്ടർ എന്താണ് പറയുന്നത് എന്നെങ്കിൽ അതനുസരിക്കുക, കർത്താവ് അവിടെ ഇടപെടുമെന്ന് പറഞ്ഞു. ശക്തമായിട്ട് മോളോട് പറഞ്ഞു. മോളപ്പോൾ തന്നെ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞു അമ്മേ ടോം ബ്രദർ എങ്ങനെയാണ് പറഞ്ഞത്, അമ്മയ്ക്ക് വിശ്വാസമില്ലേ, ടോം ബ്രദർ പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നു. എനിക്ക് ടോം ബ്രദർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ശക്തി എന്നിൽ വന്ന് നിറയുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ തീരുമാനം ഞാൻ മാറ്റി. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇനി ഇത് ഇടേണ്ടി വരില്ല എന്ന്. പക്ഷേ പിറ്റേ ദിവസം ഡോക്ടർമാർ വീണ്ടും ILDക്കായി എന്നെ കൊണ്ടുപോയി. പക്ഷേ ILD ചെയ്തുകൊണ്ടിരിക്കെ തന്നെ എനിക്ക് BP പോവുകയും എൻ്റെ സ്പന്ദനം നിൽക്കുന്നതായി ഡോക്ടർ കണ്ട് ഡോക്ടർക്ക് പരിഭ്രമായി വാരിയൽ വളച്ച് ഒരു തരിയും കൂടി ഉള്ളിലേക്ക് ലെൻസിൻ്റെ ഉള്ളിലേക്ക് എത്താനുള്ളൂ. പക്ഷേ അപ്പോഴേക്ക് ഞാനാകെ ഡൗണായി. പെട്ടെന്ന് എനിക്ക് മോണിറ്ററും എല്ലാം ഘടിപ്പിക്കേണ്ടതായി വന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഇതിടണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ വെച്ച് കെട്ടി എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അതാകെ ഇനി ഇത് ചെയ്തില്ലെങ്കിൽ 24 മണിക്കൂർ നേരം ഉണ്ടാകില്ല എന്ന് ശക്തമായി പറഞ്ഞ സർജൻ ഇത് ഇടാൻ പറ്റാതായപ്പോൾ അതൊക്കെ വെച്ച് കെട്ടി എന്നെ പുറത്ത് കൊണ്ടുവന്ന് ഇന്ന് ഈ നിമിഷം കർത്താവ് എനിക്ക് ഒരു രോഗമില്ലാതെ എന്നെ സംരക്ഷിച്ചു. എൻ്റെ അരിപ്പ പോലെയുള്ള ശ്വാസകോശം ടോം ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെവി പ്രാർത്ഥിച്ചപ്പോൾ പുതിയ ശ്വാസകോശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ നിമിഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു പുതിയ ശ്വാസകോശം എന്നിൽ നിക്ഷേപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുവരെ എനിക്ക് വായിലൂടെ ശ്വാസം എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ, ഉള്ളിലേക്ക് ശ്വാസം ഒരു തരിയെ വലിച്ചു കയറ്റാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ ഇന്നലെയും ഇവിടെ ഇരുന്ന് പരീക്ഷിച്ച് നോക്കുകയായിരുന്നു എനിക്ക് വായിക്കൂടെയാണോ ശ്വാസം എടുക്കാൻ പറ്റുക എന്ന്. അല്ല, ഞാൻ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വലിച്ച് ഉള്ളിലേക്ക് ദീർഘനേരം ഞാൻ വിട്ടു. ഇന്ന് ഈ നിമിഷം വരെ ശക്തനായ ദൈവം എനിക്ക് വേണ്ടി സ്പിരിറ്റ് ജീസസിലൂടെ ശക്തമായവ ചെയ്തു എന്ന് ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. ഈ മാൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്താലേ കൈ പൊങ്ങുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഈ മാനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാവുന്നു. എൻ്റെ പേര് രാജൻ, എറണാകുളത്ത് നിന്ന് പുത്തൻകുരിശിൽ നിന്ന് വന്നു. എൻ്റെ എല്ലാം പൊള്ളിയതാണ്. ഡോക്ടർമാർ പറഞ്ഞത് ഈ കൈ പൊങ്ങണമെങ്കിൽ ഇവിടെ കീറി മുറിച്ചാലാണ് പൊങ്ങുള്ളൂ, അല്ലെങ്കിൽ നിവരണമെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. കുറച്ചു നേരം തിരുമ്മിയാലാണ് ഇങ്ങനെ വരുള്ളൂ. ഞാൻ സ്റ്റെപ്പ് കയറിക്കൊണ്ട് ഇങ്ങനെ കവച്ചായിരുന്നു. ഇന്നലെ മുതൽ മാതാവിനെ കണ്ടു, എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി, ഈ വിരലെല്ലാം മടങ്ങി തുടങ്ങി, പതിക്കണം നിവർന്നു തുടങ്ങി. ഇപ്പം ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് നിവർന്നു.
കർത്താവിന്റെ കൊണ്ട് ശരിക്കും എനിക്ക് നിവരാനും പറ്റുന്നുണ്ട്. എന്റെ കർത്താവ് ശരിക്കും കുനിയാനും പറ്റുന്നുണ്ട്. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. എത്ര വർഷം മുമ്പാണ് അപകടം ഉണ്ടായത്? 1 വർഷമാണ്. ഈ ഒക്ടോബർ 19 1 വർഷമാവും. എങ്ങനെ ഈ തീപ്പൊള്ളൽ ഉണ്ടായത്? മണ്ണെണ്ണ പൊള്ളിയാ. സ്റ്റൗവിൽ തെറിച്ച് വീണ്ടും ദേഹമാസലം പൊള്ളി. ഇദ്ദേഹത്തിന്റെ ഉദരം വയറെല്ലാം ബന്ധുപോയതാണ്. കണ്ടാൽ താങ്ങാൻ പറ്റില്ല, കാണാൻ പറയുന്നില്ല. കാലിൽ മുട്ടുവരെയും പൊള്ളിയായിരുന്നു, മുഴുവൻ ദേഹമാസം പൊള്ളി. പൊള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ഓപ്പറേഷൻ, എന്ത് സംഭവിച്ചത്? കാണിക്കണ്ട. തൊലി ഇവിടെ കീറി കഴിഞ്ഞിട്ട് ആ തൊലി വേറെ തൊലി പിടിപ്പിക്കാൻ പറഞ്ഞു. അവിടെ മുഴുവൻ ചുരുങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് കൂഞ്ഞി നടന്നിരുന്നത്. എങ്ങനെ നടന്നിരുന്നത്? ഒന്ന് നടന്ന് കാണിച്ചു. എങ്ങനെ നടന്നിരുന്നത്? ഇപ്പൊ എങ്ങനെ നടക്കാൻ പറ്റുന്നത്? നേരെ നടന്നേ, കയ്യിലടിച്ചു കിടന്നവരുടെ ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ. സ്തുതിക്കുന്ന കർത്താവേ, കൊടകോടി നന്ദി, നന്ദി, നന്ദി യേശുവേ. കർത്താവേ, നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നവനാണ് ദൈവമേ. തീപ്പൊള്ളലിലൂടെ ശരീരം ആസകലം പൊള്ളി. കർത്താവേ, എത്രയോ ഭയാനകമായ രീതിയിലാണ് ഇവന്റെ ശരീരം കാണപ്പെടുന്നത്. എന്നാൽ നീ എത്രയോ ഇവനെ സ്നേഹിക്കുന്നു കർത്താവേ. ഈ മലയിൽ കടന്നു വന്നു ഇവനെ തൊട്ടുകൊണ്ട് ഇവന്റെ ശരീരത്തെ മാറ്റി സൗഖ്യം കൊടുത്തു. വളഞ്ഞുപോയ കൂനിപ്പോയ ശരീരത്തെ നിവൃത്തി അവിടുന്ന്. കൂനുള്ള സ്ത്രീയുടെ കൂന് മാറ്റിക്കൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തി യേശു ഇവിടെ ഉണ്ടായിരുന്നു, ഇവനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട്. നന്ദി, കൊടകൂടി നന്ദി കർത്താവേ. അവിടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കൈകളടിച്ച് കർത്താനെ സ്തുതിക്കാം. നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. എല്ലാ മഹത്വവും യേശുവിന്, എല്ലാ സ്തുതിയും യേശുവിന്. ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി യേശുവേ. മഹത്വം, 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 മഹത്വം. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇപ്പം ഈ സ്കിൻ കണ്ടാലറിയാം ഇവിടെ സർജറി ചെയ്തതുപോലെ. ഇവിടെ ഇപ്പം ബ്ലഡ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നനുത്ത് നിൽപ്പുണ്ട് ഈ മകന്റെ ശരീരത്തിൽ. പ്രിയപ്പെട്ടവരുടെ കർത്താവ് വലിയ കാരുണ്യം. ഇവിടെ കണ്ടാലറിയാം ഇതിപ്പം പുതിയ സ്കിന്നിൻ്റെ ഇത് പൊള്ളിയതാണെന്ന് തോന്നത്തില്ല. സ്കിൻ പൊളിഞ്ഞു പോയതാണെന്നേ തോന്നുകയുള്ളൂ. പക്ഷെ ഇവിടെ മോൾഭാഗം കണ്ടാൽ അറിയാം ഇത് പൊള്ളലേറ്റതാണെന്ന്. പക്ഷെ ഇവിടെ കർത്താവ് വലിയ അത്ഭുതം, യേശുവിൻ്റെ കരം യഥാർത്ഥത്തിൽ ഈ മോനിലെ വലിയ അത്ഭുതം ചെയ്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്. കാരണം നിങ്ങൾ ഡോക്ടർമാരുണ്ടെങ്കിൽ നഴ്സുമാരുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് ഇത് വലിഞ്ഞു കൂടിപ്പോയി മാംസപേശികൾ സർജറി ചെയ്ത് മാറ്റാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഇതിൻ്റെ മോൾഭാഗം മാത്രമേ വെന്ത പാടുകളുള്ളൂ. ബാക്കി ഇത് കണ്ട ഒരു ചെറിയ ശിശുവിൻ്റെ ശരീരഭാഗം പോലെ കർത്താവ് അത്രയും മനോഹരമാക്കി ഈ മോനിൽ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഈ മകനോട് വരുമ്പോൾ ഇവന് പുതിയ സ്കിൻ ഉണ്ടാകണം. നമുക്കെല്ലാം നിർദ്ദേശിക്കാം. കർത്താവിന്റെ വാഗ്ദാനം കൊണ്ട് പുതിയ അവയവങ്ങൾ നൽകാം. എല്ലാ കയ്യിലും നീട്ടിപ്പിടിക്കുക. വിട്ടവരെ ഈ മകനെ നേരെ കുറ്റിപ്പിടിക്കാം. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ മകന് പുതിയ സ്കിൻ കൊടുത്തുകൊണ്ട് ഇവന്റെ ശരീരത്തിലുള്ള ഈ പാടുകളെല്ലാം മാറട്ടെ. ഇവന്റെ തല മുതൽ ഉള്ളംകാല് വരെയും എവിടെയെല്ലാം മാംസം എന്തുപോയിരുന്നുവോ അവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തില് പുതിയ ത്വക്കുണ്ടാകട്ടെ, പുതിയ സ്കിൻ ഉണ്ടാകട്ടെ. സംഭവിക്കട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അവിടുത്തെ വചനം മാംസം ധരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം ദൈവമേ. നന്ദി കർത്താവേ, കർത്താവേ, അത് സംഭവിച്ചതിനായിട്ട് നന്ദി പറയുന്നു യേശുവേ. മഹത്വം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സ്തോത്രം. നിങ്ങൾ ഇനി ഇവിടെ വരും സഹോദര. നിങ്ങളുടെ ഈ തൊലിയെല്ലാം മാറി പുതിയ തൂക്ക് കർത്താവ് തന്ന് അത് സാക്ഷ്യപ്പെടുന്ന നിങ്ങൾ കടന്നു വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.